നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മീഡിയ ടൈം വാർത്താ ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നിട്ടും റോഡരികിൽ വാഹനങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നതായി മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ശ്രീകുരുമ്പക്കാവിലെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന താലപ്പൊലി നാളിൽ 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. കൊടുങ്ങല്ലൂർ മേത്തല ആറാട്ടുകടവ് പ്രദേശത്ത് മലമ്പാമ്പുകൾ പെരുകുന്നു. മാമ്പിള്ളി സുബ്രഹ്മണ്യൻ എന്നയാളുടെ പറമ്പിൽ 2 ദിവസങ്ങളിലായി മലമ്പാമ്പിനെ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. മീഡിയ ടൈം വാർത്താ ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നിട്ടും റോഡരികിൽ വാഹനങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നതായും ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്നും വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു. വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ മാള എളന്തിക്കര റോഡരികിലും പോലീസ് സ്റ്റേഷന് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ മുൻവശത്തുമായി വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലായിരുന്നു ഉത്തരവുണ്ടായത്. ഹൈക്കോടതി വിധിപ്രകാരം റോഡരികിലെ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് SHOയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം കേസുകളിൽ ഉൾപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന വാഹനങ്ങൾ വീണ്ടും റോഡരികിൽ സൂക്ഷിക്കുന്ന സാഹചര്യമായി. ഇതുമൂലം മാള എളന്തിക്കര റോഡിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ടൈം ചാനൽ നൽകിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ പോലീസ് നീക്കം ചെയ്തത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ശ്രീകുരുമ്പക്കാവിലെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന 4ാം താലപ്പൊലി നാളിൽ 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഉച്ചയോടെ ഉത്സവപ്രേമികളും മേളക്കമ്പക്കാരും ശ്രീകുരുമ്പക്കാവിലെത്തി. ആചാര കതിനവെടികളോടെ ആരംഭിച്ച മുറ തെറ്റാതെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തിയുള്ള എഴുന്നള്ളിപ്പുകൾ, ശ്രീകുരുമ്പാമ്മയുടെ ഗുരുതിപൂജ, 18-ാളം എഴുന്നള്ളിപ്പ്, മേളപ്പെരുക്കം, പവിത്രമായ ഇറക്കിപ്പൂജ തുടങ്ങിയവ ധന്യമാക്കിയ ശ്രീകുരുമ്പക്കാവിലെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു. ശ്രീകുരുമ്പക്കാവിൽ 4ാം താലപ്പൊലി നാളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉച്ചയോടെ ഉത്സവപ്രേമികളും മേളക്കമ്പക്കാരും ശ്രീകുരുമ്പക്കാവിലെത്തി. 9 ആനകൾ അണിനിരുന്ന എഴുന്നള്ളിപ്പ് തെക്കേ നടയിലെ കുരുമ്പാമ്മയുടെ നടയിൽ നിന്നാരംഭിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയപ്പോഴേക്കും ക്ഷേത്രസങ്കേതം ജനനിബിഡമായി. പകലെഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ കോലമേന്തി. ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ, വൈക്കം മധു, പെരുവാരം മോഹന മാരാർ, പാഞ്ഞാൾ വേലുക്കുട്ടി, ചോറ്റാനിക്കര സുനിൽ, പല്ലാവൂർ രമേശ്, തിരുവില്ലാമല ഹരി, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ പഞ്ചവാദ്യത്തിനും, കിഴക്കൂട്ടുകുട്ടൻ, പറപ്പൂർ ബാലൻ, കൊരട്ടി ശ്രീരാജ്, പാഞ്ഞാൾ വേലുക്കുട്ടി, ചോറ്റാനിക്കര സുനിൽ, പല്ലാവൂർ രമേശ്, മച്ചാൾ രാമചന്ദ്രൻ, ചേർപ്പ് ഉണ്ണികൃഷ്ണൻ, തൃക്കൂർ സജി എന്നിവർ മേളത്തിനും നേതൃത്വം നൽകി. വൈകിട്ട് 6:30യോടെ പകൽ എഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലം ഇറക്കി പൂജകൾ കഴിഞ്ഞതോടെ 1001 കതിനകൾ മുഴങ്ങി. പിന്നാലെ നടന്ന കരിമരുന്ന് പ്രയോഗം വർണ്ണവിസ്മയം തീർത്തു. രാത്രി 1 മണിക്ക് അടന്തമേളത്തിന്റെ അകമ്പടിയിൽ നടന്ന രാത്രി എഴുന്നള്ളിപ്പോടെ ശ്രീകുരുമ്പക്കാവിലെ താലപ്പൊലിക്ക് സമാപനമായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. വെള്ളാഞ്ചിറ പുത്തൂർ കൈതക്കോടൻ വീട്ടിൽ 36 വയസ്സുള്ള ഷെബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 18-ന് വൈകിട്ട് ചാലക്കുടി സ്വദേശി കുളങ്ങര വീട്ടിൽ സുജീന്ദ്രനെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. മോട്ടോർ സൈക്കിൾ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി സുജീന്ദ്രന്റെ വലതുകൈയിനാണ് മുറിവേറ്റത്. ഇയാൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞെത്തിയ ചാലക്കുടി പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. ചാലക്കുടി SHO സജീവൻ, SI സിജുമോൻ, സീനിയർ CPO ബൈജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷെബിൻ പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ കവർച്ച കേസിൽ ഉൾപ്പെട്ട പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ മേത്തല ആറാട്ടുകടവ് പ്രദേശത്ത് മലമ്പാമ്പുകൾ പെരുകുന്നു. മാമ്പിള്ളി സുബ്രഹ്മണ്യൻ എന്നയാളുടെ പറമ്പിൽ
2 ദിവസങ്ങളിലായി മലമ്പാമ്പിനെ കണ്ടെത്തി. പ്രദേശവാസിയായ വനംവകുപ്പ് ജീവനക്കാരൻ രതീഷ് അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്തക്കാരൻ KT കണ്ണൻ അഷ്ടപതി സ്ഥലത്തെത്തുകയും കഴിഞ്ഞ ദിവസം രാത്രി 10 അടി നീളവും 20 കിലോ തൂക്കവുമുള്ള മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30-ന് നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടുണർന്ന വീട്ടുകാർ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു മലമ്പാമ്പിനെ കൂടി കണ്ടെത്തുകയും കണ്ണൻ അഷ്ടപതി വീണ്ടും എത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. കൊടുങ്ങല്ലൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ഉഗ്രവിഷമുള്ള അണലിപ്പാമ്പുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. 25-നെ നമ്മൾ വരവേറ്റ് അതിലൂടെ നടക്കുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഞാനും ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേരുകയാണ്, പുതുവത്സര ആശംസകൾ. പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും ഭീകരമായിട്ടുള്ള, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാസങ്ങൾക്ക് ശേഷം അതൊരു തീവ്ര ദുരന്തമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും തയ്യാറാവുകയും എന്നാൽ അതേസമയം അതിനുവേണ്ടി യാതൊരു തരത്തിലുള്ള സഹായ ഹസ്തവും നീട്ടാതെ ഇപ്പോഴും ഈ സംസ്ഥാനത്തിനെ വീർപ്പും മുട്ടിച്ചുകൊണ്ടിരിക്കുകയും അതിലൊക്കെ ദുഃഖിതരായി നിൽക്കുന്ന ആ ദുഃഖം വിട്ടുമാറാത്ത ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ള നമ്മുടെ ഈ സംഘടനയുടെ ഈ സമ്മേളനങ്ങൾക്ക് നടക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. MR സന്തോഷ് ബാബു, MR വേലുക്കുട്ടി, VN പീതാംബരൻ, EA ലോറൻസ്, KP അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതിയുടെ താലപ്പൊലിയോടനുബന്ധിച്ച് കണ്ണമ്പുഴ യുവജന സമിതി നടത്തുന്ന നാദലയം 2025 പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ദേവൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ താലപ്പൊലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ KM ഹരിനാരായണൻ, ഫൈനാൻസ് കൺവീനർ ശങ്കരൻകുട്ടി വടാശ്ശേരി, യുവജന സമിതി സെക്രട്ടറി രാകേഷ് V. മേനോൻ, രവി രാമചന്ദ്രൻ, ശ്യാം അമ്പാടി, അശ്വിൻ ആനന്ദ്, കിരൺ പാമടത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മീഡിയ ടൈം വാർത്താ ഫലം കണ്ടു. മാള പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡരികിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നിട്ടും റോഡരികിൽ വാഹനങ്ങൾ പോലീസ് സൂക്ഷിക്കുന്നതായി മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ശ്രീ കുരുമ്പക്കാവിലെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന താലപ്പൊലി നാളിൽ 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. കൊടുങ്ങല്ലൂർ മേത്തല ആറാട്ടുകടവ് പ്രദേശത്ത് മലമ്പാമ്പുകൾ പെരുകുന്നു. മാമ്പിള്ളി സുബ്രഹ്മണ്യൻ എന്നയാളുടെ പറമ്പിൽ 2 ദിവസങ്ങളിലായി മലമ്പാമ്പിനെ കണ്ടെത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.